ഹായ് ഓൾ. ഇന്ന് നമ്മുടെ ആദ്യത്തെ ഇന്റർനാഷണൽ ട്രിപ്പാണ്. ഇന്ന് നമ്മൾ പോകുന്നത് ഒരുപാട് കുന്നും മലയും കാടും അതുപോലെ വലിയ സിറ്റീസും ഒരുപാട് ഡിഫറെന്റ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ ഫുഡൊക്കെ കിട്ടുന്ന മലേഷ്യയിലേക്കാണ്. അപ്പോൾ നമ്മൾ കൊച്ചിയിൽ നിന്ന് കോലാലംപൂരിലേക്ക് പോയത് എയർ ഏഷ്യയുടെ ഫ്ലൈറ്റിലായിരുന്നു. നമ്മൾ ഏകദേശം ഒരു 4 മണിക്കൂർ കൊണ്ട് തന്നെ കോലാലംപൂർ എത്തി. ഇനി മലേഷ്യയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരൊറ്റ കരയിലല്ല മലേഷ്യ സ്ഥിതി ചെയ്യുന്നത്. ഒരു ഭാഗം സിംഗപ്പൂർ അതുപോലെ തായ്ലാന്റിന്റെ അടുത്തും മറ്റേ ഭാഗം ബോർണിയോ ഐലൻഡിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി മലേഷ്യയുടെ ഒരു ഭാഗം എന്ന് പറയുന്നത് ഡെൻസ് ഫോറസ്റ്റ് ആണ്. അതേസമയം മലേഷ്യയുടെ മറ്റൊരു ഭാഗം വലിയ സിറ്റികളാണ്. അതിൽ നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് കോലാലംപൂരിലേക്കാണ്. ഐറുവിൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ അതൊരു മെമ്മറി ആയിട്ട് സൂക്ഷിക്കാൻ വേണ്ടി ഫസ്റ്റ് ഫ്ലൈറ്റ് സർട്ടിഫിക്കറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഇത് അറിയാത്തവർക്കായിട്ട് പറയാം, ഒരുവിധം എല്ലാ ഫ്ലൈറ്റ്സുകളും ഫസ്റ്റ് ഫ്ലൈറ്റ് സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. എയർ ഏഷ്യ പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്ന് നമ്മൾ ആദ്യം അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റ് ഫ്ലൈറ്റ് സർട്ടിഫിക്കറ്റ് പ്രിൻ്റ് ഔട്ട് എടുത്താണ് പോയത്. അപ്പോൾ അവർ സൈനൊക്കെ ചെയ്തിട്ട് തരും. ഇനി ഐറുവിനെ കണ്ടിട്ട് നമ്മുടെ പൈലറ്റ് വന്നിട്ട് നമ്മുടെ കൂടെ ഒരു ഫോട്ടോയും എടുത്തു. അങ്ങനെ ആദ്യമായിട്ട് ഒരു ഫ്ലൈറ്റിൻ്റെ കോക്പിറ്റ് ഇത്ര അടുത്തുനിന്ന് കാണാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി. അങ്ങനെ അവസാനം ഞങ്ങൾ മലേഷ്യ എത്തി. ഇനി വേറൊരു പ്രധാനപ്പെട്ട കാര്യം പറയാം. നമ്മൾ സാധാരണ വ്ലോഗ് എടുക്കുന്നത് പോലെ അത്ര ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വ്ലോഗ് ഇത്തവണ മലേഷ്യ പോയപ്പോൾ എടുക്കാൻ പറ്റിയില്ല. അപ്പം നമ്മൾ പോയ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഹായ് ഓൾ, നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ബുക്കിറ്റ് ബിൻതാങ് ഫുഡ് സ്ട്രീറ്റിലേക്കാണ്. അപ്പൊ ഇവിടുത്തെ ഓരോ ഫുഡ് ട്രൈ ചെയ്യാം, മലൈ ഫുഡ് കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഐറവും വന്നിരിക്കുന്നത്. ലെറ്റ്സ് ട്രൈ. അപ്പൊ ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇവിടെ മലേഷ്യയിലെ ഫേമസ് ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് ഉണ്ട്. ആ ഫ്രൂട്ട് ഏതാണെന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് ഇതാണ് ആ ഫ്രൂട്ട്. ദുറിയാൻ എന്നാണ് ഈ ഫ്രൂട്ടിന്റെ പേര്. നമുക്കിത് കാണുമ്പോൾ നമ്മുടെ ചക്കയൊക്കെ പോലെ ഉണ്ട്. നമുക്ക് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പക്ഷെ ഇതിന്റെ ഒരു സ്മെല്ലുണ്ട്, അത് സഹിക്കാൻ പറ്റുന്നില്ല അല്ലേ? സത്യം, ഞങ്ങൾ ട്രൈ ചെയ്തില്ല. ട്രൈ ചെയ്യാന്ന് വിചാരിച്ചായിരുന്നു, പക്ഷെ അതിന്റെ സ്മെല്ല് അത്ര ഇഷ്ടപ്പെട്ടില്ല. അത് മാത്രമല്ല, അതിന്റെ ആ ഒരു പീസിന് തന്നെ 18 റിങ്കറ്റ് ഒക്കെയാണ്. അതിന് മാത്രം ഒന്നും ഉള്ളതായിട്ട് തോന്നിയില്ല. പിന്നെ എന്റെ സ്മെല്ലും ഇഷ്ടപ്പെട്ടില്ല. എവിടെ പോയാലും ദൂരിയ. ശരിക്കും ദുരിയാൻ കഴിക്കണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ കൂടെ വന്ന് കഴിച്ചവരോട് നമ്മൾ ചോദിച്ചു എങ്ങനെയുണ്ട് ദുരിയാൻ എന്ന്. അപ്പോൾ അവർ തന്നെ അതിൻ്റെ സ്മെല്ലും ടേസ്റ്റൊക്കെ മാറാൻ വേറെ ഓരോ ഫുഡ് ഇങ്ങനെ തേടി നടക്കുകയായിരുന്നു. അങ്ങനെ കുറച്ച് നേരത്തെ തെരച്ചിനൊടുവിൽ നമ്മൾ ഒരു ഫുഡ് ഐറ്റം കഴിക്കാൻ തീരുമാനിച്ചു. അതാണ് മലേഷ്യയിൽ വന്ന നിർബന്ധമായും കഴിക്കേണ്ട മാംഗോ സ്റ്റിക്കി റൈസ്. അപ്പൊ നമുക്ക് എന്തായാലും മാംഗോ സ്റ്റിക്കി റൈസ് എല്ലാവരും വന്ന് ട്രൈ ചെയ്താണ്. അപ്പൊ എനിക്ക് എന്തായാലും അത് കഴിക്കണം. അപ്പൊ ഒരു മാംഗോ സ്റ്റിക്കി റൈസ് ഒരു മാംഗോ സ്റ്റിക്കി റൈസ്. Sorry? This is with sauce, right? Coconut. Okay. Take. 15 ringgit, right? 15 ringgit ആണ് ഒരെണ്ണത്തിന്. Thank you. Thank you. ഈ കോക്കനട്ട് മിൽക്ക് പോലത്തെ എന്തോ സാധനം, ഇത് നമുക്ക് ഇതിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യാം. നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ എന്തായാലും ഈ മിൽക്ക് അതില് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഈ റൈസും മാംഗോ കുഴപ്പമില്ല, കൊള്ളാം. ഈ തേങ്ങാപ്പാലും മാങ്ങയും ചോറും എല്ലാം കൂടി മിക്സ് നമ്മള് ടേസ്റ്റ് ചെയ്യാം. ഒരു പായസവും മാങ്ങയും എല്ലാം കൂടി അങ്ങനെ ഒരു മിക്സ്. എങ്ങനെയുണ്ട്? ഇനി ബുക്കിറ്റ് ബിൻതാങ് മാർക്കറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മലേഷ്യയിൽ വരുന്നവർക്ക് ഫുഡ് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല സ്ഥലമാണിത്.
ഇവിടെ നമുക്ക് എല്ലാ തരത്തിലുള്ള ഫുഡും കിട്ടും. അതായത് മലൈ ഫുഡ് കിട്ടും, അതുപോലെ തായ്ലാൻഡ്, അതുപോലെ ചൈനീസ്, എല്ലാ വെറൈറ്റീസ് ഓഫ് ഫുഡും കിട്ടും. പിന്നെ ഫ്രൂട്ട്സും അതുപോലെ പലതരത്തിലുള്ള ഫിഷസും ഒക്കെ കിട്ടുന്ന സ്ഥലമാണ് ബുക്കിറ്റ് ബിൻടാങ്. ഒരുപാട് പേര് ഈവനിങ് വന്നിട്ട് ഫുഡ് കഴിക്കുന്ന ഒരു സ്ഥലം കൂടിയാണിത്. ഇനി ഇവിടെ വരാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ഈവനിങ് ടൈമാണ്. അപ്പോൾ ഈവനിങ് ടൈം ആകുമ്പോൾ ഈ മാർക്കറ്റുകളൊക്കെ നല്ല രീതിയിൽ ആക്റ്റീവ് ആകും. ഈവനിങ് വന്ന് ഈ മാർക്കറ്റൊക്കെ ഒന്ന് ചുറ്റി കണ്ടിട്ട് ഒരു ഡിന്നറൊക്കെ കഴിച്ചിട്ട് മലേഷ്യയുടെ നൈറ്റ് വൈബൊക്കെ ആസ്വദിക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് സ്ഥലം കൂടിയാണിത്. അങ്ങനെ പോകുമ്പോൾ ഇതാ ഒരു ആടിനെ നിർത്തി പൊരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഫുഡൊന്നും നമുക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. ഇവിടെ സീ ഫുഡൊക്കെ, അതായത് ഫിഷസ് ഒക്കെ മോസ്റ്റ്ലി ഇങ്ങനെ പുഴുങ്ങിയെടുക്കുന്ന, അതായത് സ്റ്റീമിലൊക്കെ പുഴുങ്ങിയെടുക്കുന്ന ഫുഡാണ്. അപ്പോൾ ഇതിൻ്റെ സ്മെല്ലൊന്നും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നും വരില്ല. ഇനി സ്റ്റീംഡ് മാത്രമല്ല, നമുക്ക് ഫ്രൈഡ് ആയിട്ടുള്ള എല്ലാ ഫുഡുകളും, കബാബ് പോലുള്ള ഫുഡുകൾ കിട്ടുന്ന ഒരുപാട് തായ് ബാർബിക്യൂ ഒക്കെ കിട്ടുന്ന ഒരുപാട് ഷോപ്സുകളും ഉണ്ട്. ഇനി ചിക്കൻ്റെ അതുപോലെ ഫിഷിൻ്റെ ഒക്കെ സ്കിന്നും ഇവർ ഫ്രൈ ചെയ്തിട്ട് എടുക്കാറുണ്ട്. ശരിക്കും നമ്മുടെ നാട്ടിലെ പപ്പടം പോലെയൊക്കെ ഒരു ടേസ്റ്റാണ്, ആ ഒരു ഫീലാണ് നമുക്ക് കിട്ടുക, ക്രിസ്പി ആയിട്ടുള്ള. സ്കിന്നും അതുപോലെ ചിക്കൻ സ്കിന്നും ആണ് ആ കാണുന്നത്, ഇവിടുത്തെ ഫേമസ് ആണ്. അങ്ങനെ പോകുമ്പോൾ ദേ കിടക്കണോ, പാറ്റയാണെന്ന് ആദ്യം വിചാരിച്ചത്, പിന്നീടാണ് മനസ്സിലായത് ഇത് ക്രേഫിഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മീനാണ്, നമ്മുടെ ചെമ്മീനൊക്കെ പോലെ. ദേ നല്ല ചുവന്ന ഞണ്ട് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇതൊക്കെ കണ്ട ക്ഷീണത്തിൽ ഓരോ ജ്യൂസ് കുടിക്കാന്ന് വിചാരിച്ചു. How much for this? 12. ഇതൊന്നും വേണം. Thank you. No. ഈ റോഡിന്റെ അറ്റം തൊട്ട് അങ്ങേ അറ്റം വരെ കാണുന്നത് നമ്മുടെ ബുക്കിംഗ് ബിൻടാങ്ങിന്റെ ഫുഡ് സ്ട്രീറ്റ് ആണ്. ഇനി ഇവിടുന്ന് നേരെ ഓപ്പോസിറ്റ് സൈഡിൽ പാരലൽ ആയിട്ട് വേറൊരു റോഡുണ്ട്, അവിടെയാണ് ഷോപ്പിംഗ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ കിട്ടുന്ന ലൈൻ ഉള്ളത്. ഇനി നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് ഇവിടുത്തെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ബണ്ണാണ്. തായ് മലേഷ്യയിൽ എന്താണ് പേര് എന്നറിയില്ല, പക്ഷേ നമ്മളിവിടെ ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന പേര് ചിക്കൻ ക്രിസ്പി ബൺ എന്നാണ്. ഭയങ്കര ഫേമസ് ആണ്. ഇവിടെ ഒരുപാട് ക്യൂവും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പം നമ്മൾ ക്യൂവിൽ നിൽക്കുവാണ് ഏറ്റവും അറ്റത്ത്. അപ്പോൾ ഇതാണ് ബേസിക്കലി നമ്മുടെ നാട്ടിൽ പൊറോട്ട വരത്തുന്നത് പോലെയുണ്ട്, പക്ഷെ എന്താ സംഭവം എന്നറിയില്ല. അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ ചേർത്ത് ചിക്കൻ, അതുപോലെ ഒണിയൻ, അതുപോലെ ഗീ, പെപ്പറൊക്കെ കാണുന്നുണ്ട്. ഇനി ഇത് ബീഫിന്റെ ഏരിയ ആണ്. ബീഫിന്റെ ഏരിയ സെപ്പറേറ്റ് ആണ്. ബീഫിന്റെ ഏരിയയിലും നമുക്ക് നേരത്തെ കാണുന്നത് പോലെ തന്നെ പൊറോട്ട വരക്കുന്ന പോലെ, പക്ഷെ അതിന്റെ സെൻട്രലായിട്ട് ബീഫാണ് നിറയ്ക്കുന്നത്. ഇതിങ്ങനെ നിറച്ചതിന് വെച്ചതിന് ശേഷം ഇതാണ് ചെയ്യുന്നത്. അതിനുശേഷം ഇതിങ്ങനെ ചുട്ടെടുക്കുക ചെയ്യുക. And this is the final product. ഇതാണ് നമ്മുടെ റോട്ടി അയാം ക്രിസ്പി. അങ്ങനെ ഇവിടുത്തെ ചിക്കൻ ക്രിസ്പി ഒരു വലിയ ക്യൂ നോക്കി നമുക്ക് കിട്ടിയപ്പോൾ കഴിക്കാം. അത്ര സ്പൈസി അല്ല, ഇവർക്ക് അത്ര മസാല ഇല്ല നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലെ. അത് ഉണ്ടാക്കുമ്പോൾ അവിടെ ചിക്കൻ കണ്ടായിരുന്നു, അധികം മസാലയും ഇതൊന്നുമില്ല, കുറച്ച് സവാളയും ബാക്കി ചിക്കൻ. പക്ഷെ ഒരു ഫ്ലേവർ ഉണ്ട്, പക്ഷെ എന്താ വെച്ചാൽ അധികം സ്പൈസി അല്ല. ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇല്ല, പൊറോട്ട ഒരു ക്രിസ്പി പൊറോട്ടയുടെ ഉള്ളില് നല്ല ഫ്ലേവേർഡ് ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ. അങ്ങനെ റോട്ടിയൊക്കെ കഴിച്ചിട്ട് നമ്മൾ ആ സ്ട്രീറ്റിലൂടെയൊക്കെ കുറച്ച് നടന്നു. ശരിക്കും നല്ല രസമാണ് കേട്ടോ. അതായത് അവിടുത്തെ നൈറ്റ് വൈബ് ഒന്ന് അനുഭവിച്ചറിയേണ്ടത് തന്നെയാണ്. ഐറോനും ഇവിടുത്തെ നൈറ്റ് വൈബ് ഭയങ്കര ഇഷ്ടമായി എന്ന് തോന്നുന്നു. ആള് ഭയങ്കര ചിരിയൊക്കെ ആയിരുന്നു. അങ്ങനെ സ്ട്രീറ്റിലൂടെ നടക്കുമ്പോഴതാ ലോകത്തിലെ ഏറ്റവും ഉയരം ചെന്ന രണ്ടാമത്തെ ബിൽഡിംഗ്, അതായത് നമ്മുടെ ദുബായിലെ ബുർജ് ഖലീഫയ്ക്ക് ശേഷം ഏറ്റവും ഉയരം ചെന്ന ലോകത്തിലെ ബിൽഡിംഗ് ആണ് ഈ കാണുന്നത്. ഇതിന്റെ പേരാണ് മെർഡേക്ക 118. പേരിന്റെ അവസാനം 118 എന്ന് വരാൻ കാരണം 118 നിലകളാണ് ഈ ബിൽഡിങ്ങിലുള്ളത്. 678 മീറ്റർ ആണ് ഇവന്റെ ഉയരം. അപ്പൊ ഇനി നമ്മൾ കാണാൻ പോകുന്നതാണ് കോലാലംപൂരിലെ ഏറ്റവും വലിയ അട്രാക്ഷൻ. അപ്പൊ ഇനി നമ്മൾ കാണാൻ പോകുന്ന ബിൽഡിംഗ് ആണ് ലോകത്തിലെ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള പെട്രോണാസ് ടവേഴ്സ്. പെട്രോണാസിന്റെ താഴെ വണ്ടി ഇറങ്ങിയിട്ട് പുറത്തേക്ക് നോക്കിയപ്പോൾ എൻ്റെ സാറേ, അതൊരു കാണേണ്ട കാഴ്ച തന്നെയായിരുന്നു. ക്യാമറയിൽ എത്രത്തോളം ഭംഗിയിൽ കാണിച്ചു തരാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, പക്ഷെ ഒരു രക്ഷയില്ലാത്ത കാഴ്ചയായിരുന്നു. തട്ടത്തിൻ മറയത്ത് സിനിമയിൽ നിവിൻ പോളി പറഞ്ഞതുപോലെ ചുറ്റുമുള്ള ഒന്നും കാണാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ പെട്രോണാസ് ടവേഴ്സ്
ലോകത്തിലെ ഏറ്റവും വലിയ ട്വിൻ ടവേഴ്സ് ആണ് നമ്മുടെ പെട്രോണാസ് ടവേഴ്സ്. 452 മീറ്റർ ഉയരമുള്ള 2 ബിൽഡിങ്ങുകൾ ചേർന്നതാണ് പെട്രോണാസ് ടവേഴ്സ്. ടോട്ടൽ 88 നിലകളാണ് പെട്രോണാസ് ടവേഴ്സിലുള്ളത്. ഇനി 2004 വരെ ലോകത്തിലെ ഏറ്റവും ഉയരം ചെന്ന ബിൽഡിംഗ് പെട്രോണാസ് ടവേഴ്സ് ആയിരുന്നു. ഇനി പെട്രോണാസ് ടവേഴ്സിന്റെ ഫൗണ്ടേഷൻ ഭൂമിയുടെ അടിയിലേക്ക് ഏകദേശം 120 മീറ്ററോളം ആഴത്തിലാണ് കിടക്കുന്നത്. അതായത് ലോകത്തിലെ ഏറ്റവും ഡീപ്പസ്റ്റ് ഫൗണ്ടേഷനുള്ള ബിൽഡിംഗ് ആണ് നമ്മുടെ പെട്രോണാസ് ടവേഴ്സ്. ഇനി പെട്രോണാസ് ടവേഴ്സിനെ കുറിച്ച് ഒരു വളരെ രസകരമായിട്ടുള്ള ഒരു സ്റ്റോറി കൂടി നമുക്ക് പറയാനുണ്ട്. പെട്രോണാസ് ടവേഴ്സ് കണ്ടല്ലോ, അതായത് 2 ബിൽഡിങ്ങുകളാണ്, അതായത് സെപ്പറേറ്റ് ആയിട്ടുള്ള 2 ബിൽഡിങ്ങുകൾ. ഇതിലൊരു ബിൽഡിംഗ് ഉണ്ടാക്കിയത് ഒരു ജാപ്പനീസ് കമ്പനിയും അതേസമയം രണ്ടാമത്തെ ബിൽഡിംഗ് ഉണ്ടാക്കിയത് സൗത്ത് കൊറിയൻ കമ്പനിയായ സാംസങ്ങും ആണ്. ഇങ്ങനെ 2 കൺസ്ട്രക്ഷൻ കമ്പനികൾക്കായിട്ട് 2 ബിൽഡിങ്ങുകൾ കൊടുക്കാൻ ഒരു കാരണമുണ്ട്. ഈ 2 കൺസ്ട്രക്ഷൻ കമ്പനികളും തമ്മിൽ മത്സരിച്ച് എത്രയും പെട്ടെന്ന് ഈ ബിൽഡിങ്ങിന്റെ കൺസ്ട്രക്ഷൻ പൂർത്തിയാക്കും, അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. അങ്ങനെ 2 കമ്പനികൾ തമ്മിലുള്ള മത്സരത്തിൽ നമ്മുടെ സൗത്ത് കൊറിയൻ കമ്പനിയായ സാംസങ് ആണ് ആദ്യം ബിൽഡിംഗ് കെട്ടിപ്പൊക്കിയത്. അങ്ങനെ 2 കമ്പനികൾക്ക് കൊടുത്തതുകൊണ്ട് ഈ ട്വിൻ ടവേഴ്സിന്റെ മുഴുവൻ പണിയും 7 വർഷം കൊണ്ട് തന്നെ പൂർത്തിയാക്കാനും പറ്റിയിട്ടുണ്ട്. ഇനി പെട്രോണാസ് ടവേഴ്സിലെ ഏറ്റവും പ്രധാന അട്രാക്ഷനാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ 2 ബിൽഡിങ്ങുകൾക്ക് കുറുകെയുള്ള ബ്രിഡ്ജ്. ഈ 2 ടവേഴ്സിലെയും 41, 42 നിലകളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഡബിൾ ഡെക്കർ ബ്രിഡ്ജാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പെട്രോണാസ് ഒക്കെ കണ്ട് നമ്മൾ പിറ്റേ ദിവസം പോയത് നേരെ ബാട്ടു കേവ്സിലേക്കായിരുന്നു. മലേഷ്യയിൽ വരുന്ന എല്ലാവരും നിർബന്ധമായിട്ട് വരുന്ന ഒരു സ്ഥലമാണ് ബാട്ടു കേവ്സ്. കാരണം അതിമനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ്. മുന്നിൽ നമുക്കൊരു ലൈം സ്റ്റോണിൻ്റെ വലിയൊരു കേവ് കാണാൻ പറ്റും. അതിനുള്ളിലായിട്ടൊരു ടെമ്പിളും ഉണ്ട്. 272 സ്റ്റെപ്സോളം കയറിയിട്ട് വേണം നമ്മൾ ബാട്ടു കേവ്സിൻ്റെ ഏറ്റവും ടോപ്പിലെത്താൻ. ബാട്ടു കേവ്സ് കണ്ടതിന് ശേഷം നമ്മൾ നേരെ പോയത് ഗെൻഡിങ് ഹൈലൻഡിലേക്കായിരുന്നു. ഗെൻഡിങ് ഹൈലൻഡ് എന്ന് പറയുന്നത് ഒരു കുറച്ച് ഉയരമുള്ള സ്ഥലമാണ്. നമ്മുടെ വയനാടൊക്കെ പോലുള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് തണുപ്പും അതുപോലെ കാലാവസ്ഥയൊക്കെ വലിയൊരു മാറ്റം നമുക്ക് അവിടെ കാണാൻ പറ്റി. പിന്നെ ഗെൻഡിങ് ഹൈലൻഡിലേക്ക് പോകുന്നത് നമ്മൾ ഇതുപോലുള്ള കേബിൾ കാർസിലാണ്. അത്യാവശ്യം നല്ലൊരു ഹൈറ്റിലേക്കാണ് നമ്മളെ കേബിൾ കാർസ് കൊണ്ടുപോയത്. ശരിക്കും നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം. ശരിക്കും നമുക്ക് ഈ കേബിൾ കാർസിന് ചുറ്റും ഒരുപാട് ഡെൻസ് ആയിട്ടുള്ള മലേഷ്യയിലെ മഴക്കാടുകൾ കാണാൻ പറ്റും. ഇനി മഴക്കാട് എന്താണെന്ന് പറയാം. നമ്മുടെ ഭൂമിയുടെ ഇക്വേറ്റർ അഥവാ ഭൂമധ്യരേഖയുടെ അടുത്തുള്ള സ്ഥലങ്ങളിൽ ഓൾമോസ്റ്റ് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ശേഷം മഴ പെയ്യും. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് കാണപ്പെടുന്ന വനങ്ങളെയാണ് മഴക്കാടുകൾ എന്ന് പൊതുവെ വിളിക്കുന്നത്. ഒരുവിധം എല്ലാ ദിവസവും മഴയുള്ള കാടുകൾ. അങ്ങനെ നമ്മുടെ കേബിൾ കാറിന്റെ ആദ്യത്തെ സ്റ്റോപ്പ് എത്തി. ചിൻസ്വി കേവ്സ് ടെമ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചൈനീസ് ടെമ്പിളിലേക്കാണ് നമ്മൾ വന്നത്. ശരിക്കും നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം. അതായത് മലേഷ്യയിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാം. ഒരു കുന്നിന്റെ മുകളിലുള്ള ഒരു നല്ല ഭംഗിയുള്ള ഒരു ചൈനീസ് ടെമ്പിൾ. നമുക്ക് കേരളത്തിൽ അതേ കൈൻഡ് ഓഫ് ഒരു കാലാവസ്ഥയാണ് മലേഷ്യയിൽ പൊതുവെ കാണുന്നത്. അപ്പോൾ ഈ സ്ഥലത്ത് വന്നപ്പോൾ കുറച്ച് തണുപ്പും നല്ലൊരു കാലാവസ്ഥയൊക്കെ നമുക്ക് കിട്ടാൻ തുടങ്ങി. മലേഷ്യയിലെ പോപ്പുലേഷൻ്റെ ഓൾമോസ്റ്റ് ഒരു 23% ചൈനീസ് പോപ്പുലേഷനാണ്. അതുകൊണ്ട് ഒരുപാട് ചൈനീസ് ടെമ്പിൾ നമുക്ക് മലേഷ്യയിലുണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാനായിട്ട് വീണ്ടും നമ്മൾ കേബിൾ കാറിലേക്ക് കയറി. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതായത് വലിയൊരു ഷോപ്പിംഗ് മാൾ. ഇത്രയും വലിയ കാടും മലയുടെയൊക്കെ ഏറ്റവും ടോപ്പിൽ ഒരു ഷോപ്പിംഗ് മാൾ. അതും ഷോപ്പിംഗ് മാൾ എന്നൊക്കെ പറയുമ്പോൾ ചെറുതൊന്നുമല്ല, വളരെ വലിയൊരു ഷോപ്പിംഗ് മാൾ. ഈവൺ അമ്യൂസ്മെന്റ് പാർക്ക് പോലും അതിനുള്ളിൽ ഉണ്ടായിരുന്നു. പോരാത്തതിന് ഒരുപാട് റെസ്റ്റോറൻറ്റ്സും അതുപോലെ കാസിനോയും ഒക്കെ ആയിട്ടുള്ള ഒരു വലിയൊരു ഷോപ്പിംഗ് മാൾ. അങ്ങനെ ഒരുപാട് ഗെയിംസ് ഒക്കെ നമ്മുടെ ഈ മാളിൽ ഉണ്ടായിരുന്നു. ആൻഡ് അതുപോലെ നമ്മുടെ കാസിനോ ഒക്കെ ഉണ്ടായിരുന്നു. കാസിനോട് അങ്ങോട്ടൊന്നും ക്യാമറ അലൗഡ് അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഇത് മാത്രമല്ല, നമ്മൾ മലേഷ്യയിൽ മറ്റ് 2-3 സ്ഥലങ്ങളിലും കൂടി പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ എല്ലാം ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ ഇൻ്റർനാഷണൽ ട്രിപ്പ്. നമ്മുടെ മാത്രമല്ല, ഐറോൻ്റെയും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.